ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ ലോറിയിലേതെന്ന് കരുതുന്ന വടം കണ്ടെത്തി. ഗംഗാവലിപ്പുഴയിൽ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിലാണ് വടം ലഭിച്ചത്. അലക്സ് റാം മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അലക്സ്, ഇത് അർജുന്റെ ലോറിയിലേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചോ? അനുജ, സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ സംശയമുണ്ട്. കാരണം ഇവിടെ നിന്ന്, അതായത് ഈ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് നേരത്തെയും സമാനമായി ലോറിയിൽ ഈ തടി കെട്ടാൻ ഉപയോഗിച്ച റോപ്പ്, അതായത് ഈ വടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതേ മേഖലയിലാണ്. അത് പക്ഷെ അർജുന്റെ വാഹനത്തിലേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു അന്ന്. ഇപ്പോൾ ആ കാണുന്നത്, അതായത് ആ ഡ്രഡ്ജിംഗ് നടത്തുന്ന മെഷീന് തൊട്ടിപ്പുറത്താണ് രണ്ട് വള്ളങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ആ വള്ളങ്ങളിൽ ഒന്നിൽ ഈ ഡൈവർ, അതായത് ഈ ഡ്രഡ്ജിംഗ് കമ്പനി തന്നെ ഏർപ്പെടുത്തിയ ഡൈവിംഗ് സംഘം ഡൈവ് ചെയ്യുന്നത് ആ വള്ളത്തിൽ നിന്നാണ്. അവർക്ക് വേണ്ട ഓക്സിജൻ മറ്റ് സംവിധാനവും ഒക്കെയാണ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ആ ഡൈവ് ചെയ്ത ആ ഡൈവറാണ് അതിന്റെ അടിയിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന് ഒരു റോപ്പ്, നല്ല കട്ടിയുള്ള ഒരു റോപ്പാണ് കണ്ടെത്തിയത്. ആ റോപ്പ് അവർ അവിടെ നിന്ന് എടുത്ത് തൊട്ടടുത്ത് വന്ന വള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മനാഫിന് ഒരുപക്ഷെ അത് കണ്ടാൽ അത് സ്വന്തം വാഹനത്തിലേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. എന്താണെങ്കിലും ഒരു റോപ്പ് കിട്ടി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അത് സ്ഥിരീകരിച്ചാൽ അനുജ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കുടുംബവും ഒപ്പം മനാഫും ഒക്കെ സംശയിക്കുന്നത് പോലെ ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള സൂചന ഒരുപക്ഷെ ഈ മേഖലയിൽ, ഈ ഡ്രഡ്ജർ നിൽക്കുന്ന, ഇപ്പോൾ ഈ ഡൈവർ ഈ അടിത്തട്ടിൽ ഇറങ്ങി പരിശോധന നടത്തുന്ന ഈ മേഖലയിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷെ അല്പം ആഴം കൂടിയൊരു പ്രദേശമാണ്. ഈ യന്ത്രക്കൈക്ക് പരമാവധി എത്തുന്ന, അതായത് ആ ഹിറ്റാച്ചിയുടെ യന്ത്രക്കൈക്ക് പരമാവധി എത്തുന്ന സ്ഥലം ഏതാണ്ട് 5 ചില്ലറ മീറ്ററാണ്. ആ മീറ്ററിൽ താഴെ അതിന് എത്തി ഈ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഇവിടെ ചിലയിടങ്ങളിൽ പാറയും അതുപോലെ കാര്യമായി തന്നെ മണ്ണുമൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മണ്ണിന്റെ ഒരു ബെൽറ്റ് തന്നെ അടിഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ഈശ്വർ മാൽപ്പയ്ക്ക് മുങ്ങാങ്കുഴിയിട്ട് നടത്തിയ പരിശോധനയിൽ മനസ്സിലായത്. അങ്ങനെയെങ്കിൽ കൂടുതലായുള്ള ഡ്രഡ്ജിംഗ് ഈ മേഖലയിൽ വേണ്ടിവരും. ആ ദൃശ്യങ്ങളിൽ കാണാം, അവർ ആ രണ്ടാമതെത്തിയ വള്ളത്തിലേക്ക് ആ റോപ്പ് മാറ്റിയിട്ടുണ്ട്. എന്താണ് സംശയിക്കുന്നത്, അത് ഈ പ്രദേശവാസികളും ഒപ്പം മറ്റുള്ള ആളുകളും ഒക്കെ സംശയിക്കുന്നത് അത് അർജുന്റെ വാഹനത്തിലേതാകാമെന്നാണ്. കാരണം ഈ പരിസരത്ത് നിന്നാണ് ഈ വാഹനത്തിലെ നേരത്തെ തടികെട്ടാൻ ഉപയോഗിച്ച റോപ്പിന്റെ മറ്റ് അവശിഷ്ടവും അതുപോലെ തന്നെ ആ വാഹനത്തിന്റെ തൊട്ട് പുറകുവശത്തായി ഈ വാട്ടർ ടാങ്ക് ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്യാബിൻ കൂടി നിർമ്മിച്ചിരുന്നു, ഒരു സ്റ്റാൻഡ് കൂടി നിർമ്മിച്ചിരുന്നു സ്റ്റീൽ. ആ സ്റ്റാൻഡ് അടക്കം കണ്ടെത്തിയത് ഈ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ടാണ് കുടുംബം ഈ മേഖല കേന്ദ്രീകരിച്ച്, ഈ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന ഭാഗം ഞാൻ നിൽക്കുന്നതിന്റെ നേരെ പുറകുവശത്താണ്. ആ ചായക്കടയുടെ ഭാഗത്താണ് ഈ അർജുന്റെ ട്രക്ക് അത് നിർത്തിയിട്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അന്നേരം ലഭിക്കുന്ന വിവരം. അതായത് അന്ന് മുതൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് പറയപ്പെടുന്നതും. അങ്ങനെയെങ്കിൽ വാഹനം ഇവിടെ ഉണ്ടാകും എന്നുള്ള സംശയമാണ് കുടുംബത്തിനടക്കമുള്ളത്. ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കണം, അത് കേന്ദ്രീകരിക്കണമെന്ന് ആവർത്തിച്ചവർ പറയുന്നതും അതുകൊണ്ടാണ്. ഇന്നതാ ഈ നേവി അടക്കം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഇടവും ഇത് തന്നെയാണ്. നേരത്തെയും കണ്ടെത്തിയ കോൺടാക്ട് പോയിന്റുകളിൽ, അതായത് സിഗ്നലിംഗ് സജീവമായ സ്ട്രോങ് സിഗ്നൽ കിട്ടിയ മേഖലയിൽ ഒന്ന് ഇതാണ്, കോൺടാക്ട് പോയിന്റ് ആണ്. ആ കോൺടാക്ട് പോയിന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം, കൂടുതൽ പരിശോധന അവിടെ ആഴങ്ങളിൽ നടത്തണം എന്നുള്ളതിന്റെ സൂചനയാണ് ഇത് ലഭിക്കുന്നത്. മറ്റൊരു വസ്തു കൂടി പരിശോധന നടത്തണം എന്നുള്ള സൂചനയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ആ ഡൈവർ ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഡൈവർ ആണ് അവിടെ നിന്ന് മുങ്ങി ഈ പറഞ്ഞ റോപ്പ് അവിടെ നിന്ന് അടിത്തട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി മനാഫ് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അനുജ. അലക്സ്, ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പരിശോധനയിലേക്ക് നേവി കടക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് അവിടെ വലിയ മൺകൂമ്പാരമുണ്ട്, അത് ലോറി കണ്ടെത്തുന്നതിലേക്കൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നതാണ് എന്നതാണ്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇന്നിപ്പോൾ അവിടെ തുടർ പരിശോധന, തിരച്ചിൽ നടക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, അങ്ങനെ വേണം പ്രതീക്ഷിക്കാൻ. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ എന്താണെങ്കിലും ഇല്ല. നാവികസേനയുടെ 3 അംഗ സംഘമുണ്ട്. അവർ ഏതൊക്കെ പോയിന്റിൽ വേണം പരിശോധന എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. അത് ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്കും അതുപോലെ ഈ ഡൈവർമാർക്കും ഒരു നിർദ്ദേശം അവർ കൊടുക്കുന്നുണ്ട്. അവർ ഇന്നും വന്ന്, അത് നേരത്തെ അവർ അടയാളപ്പെടുത്തി, നാവികസേന തന്നെ അടയാളപ്പെടുത്തി പോയ ഇടങ്ങളാണ് നമ്മൾ ഈ കാണുന്ന, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന. ഇവിടെ തന്നെ പ്രധാനപ്പെട്ട ഇടമാണ്, സ്ട്രോങ് ആയുള്ള സിഗ്നൽ ലഭിച്ച ഇടമാണ് ഈ കാണുന്ന പ്രദേശങ്ങളിലൊന്ന്. അതിനാൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം, അത് കൂടുതൽ പരിശോധന വേണം എന്നുള്ളതാണ് ഈ ലഭിക്കുന്ന ഈ സൂചനകൾ നൽകുന്ന കാര്യം. അത് തന്നെയാണ് അത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സൂചനകൾ വിരൽ ചൂണ്ടുന്ന അങ്ങനെ ഒരു തീരുമാനം ഇവിടെ വേണം. അത്ര കാര്യക്ഷമമായി ഈ മേഖലയിൽ പരിശോധന നടത്തണം എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനടക്കം സൂചിപ്പിച്ചതുപോലെ, അതല്ല എങ്കിൽ ഈശ്വർ മാൽപ്പ അടക്കം സൂചിപ്പിക്കുന്നത് പോലെ ഇതിന്റെ അടിത്തട്ടിൽ കാര്യമായി തന്നെ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്, പാറക്കഷ്ണങ്ങൾ വന്ന് വീണിട്ടുണ്ട്. അത് മാറ്റേണ്ടതുണ്ട്, അത് ഉയർത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ യന്ത്രക്കൈക്ക് പോകാൻ പറ്റുന്ന താഴ്ചയ്ക്ക് അത് പരിധി
സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റ് സംവിധാനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരും. നിലവിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. അത് നാവികസേനയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഏതാണ്ട് ഒരു 30 മീറ്ററോളം ഈ മേഖലയിൽ പരിശോധന വേണമെന്ന് നാവികസേനയാണ് ഇവരോട് നിർദ്ദേശിച്ചത്. അടയാളപ്പെടുത്തിയ പോയിന്റ് കൂടിയാണ്. അടയാളപ്പെടുത്തിയ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ തെരച്ചിലാണ് ഡൈവേഴ്സിന് അർജുന്റെ ലോറിയിലേതെന്ന് കരുതുന്ന ഒരു കയർ ലഭിച്ചത്. ഇനിയിപ്പോൾ അത് അർജുന്റെ ലോറിയിലേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ലോറി ഉടമ മനാഫ് എത്തേണ്ടി വരും. അദ്ദേഹം ആ പരിസരത്ത് തന്നെയുണ്ട്. അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വളരെ നിർണായകമായൊരു വിവരമാണ് ഇന്ന് കിട്ടുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് നേരത്തെ നടത്തിയ പരിശോധനയിലും ചില വസ്തുക്കൾ ലഭിച്ചിരുന്നു. അത് അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ തുടർ പരിശോധനകൾ നടത്തേണ്ടി വരും എന്നുള്ളൊരു നിഗമനത്തിലേക്കും നേവി എത്തിച്ചേരുന്നുണ്ട്.